കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയാണ്. DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നടി തൃഷയുമായി ചേർത്ത് മുഖ്യമന്ത്രി വിജയെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് DMK. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഉദയനിധി വിവാദമായ പരാമർശങ്ങൾ നടത്തിയത്. കാവേരി നദീജലം തമിഴ്നാടിന് വിട്ടുകൊടുക്കില്ലെന്ന കർണാടക സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതായിരുന്നു DMK. നദീജലം വിട്ടുകിട്ടുന്നതിൽ വിജയ് സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന വിമർശനമാണ് ഉദയനിധി ഉയർത്താൻ ശ്രമിച്ചത്. എന്നാൽ അതിനിടയിൽ നടി തൃഷയെ ചേർത്ത് അങ്ങേയറ്റം അധിക്ഷേപകരവും സ്ത്രീവിരുദ്ധവുമായ പരാമർശമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഉദയനിധിക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ TVK പ്രവർത്തകർ തന്നെ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിലാണ് 6 വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ശേഷം ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ നീലാങ്കരയിലെ വീട്ടിലേക്കെത്തിയ പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയി. DMK പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധം മറികടന്നാണ് ഉദയനിധിയുമായി പോലീസ് പോയത്. ഉദയനിധിയുമായി പോയ പോലീസ് വാഹനം DMK പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷമായി. പ്രവർത്തകരെ തള്ളിമാറ്റി ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഉദയനിധിയെ കൊണ്ടുപോയത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് കസ്റ്റഡി എന്നാണ് DMK ആരോപിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ അറസ്റ്റ് തടയാൻ മദ്രാസ് ഹൈക്കോടതിയിൽ DMK അടിയന്തര ഹർജി ഫയൽ ചെയ്തിരുന്നു. അത് ഉച്ചയ്ക്ക് പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി സർക്കാർ അഭിഭാഷകരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവ് നിലനിൽക്കെയാണ് പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് DMK ചൂണ്ടിക്കാട്ടുന്നത്. വിഷയം പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിച്ച DMK ഇന്ന് പ്രതിഷേധമുയർത്തി. എന്തായാലും ഉദയനിധിയുടെ അറസ്റ്റ് തമിഴ്നാട് രാഷ്ട്രീയം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത നാടകങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. DMKയും TVKയും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഈ അറസ്റ്റോടെ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയെ അട്ടിമറിച്ചാണ് TVK ഭരണത്തിലെത്തിയത്. അന്നു മുതൽ കൊണ്ടും കൊടുത്തുമാണ് ഇരു പാർട്ടികളും മുന്നേറുന്നത്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് സഭാ സമ്മേളനം നടത്താൻ DMK സമ്മതിക്കുമോ എന്ന് കണ്ടറിയാം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ തകർന്നു നിന്നിരുന്ന DMKയ്ക്ക് കിട്ടിയ പിടിവള്ളിയായി ഉദയനിധിക്കെതിരായ നടപടി മാറും. മുൻപ് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാനിധിയെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്നതായി ഉദയനിധിക്കെതിരായ പോലീസ് നടപടി. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. சரி, அங்க வந்து கேட்டா மட்டும் பதில் சொல்ல போறாங்களா? நீதிமன்றத்தை பாத்துக்கலாம், சட்டப்படி சந்திப்போம். சாரி, What was my statement? I didn't name anybody. I didn't talk in any bad taste. The protest was ஃப்ரீயா விடுங்க. அங்க டிராபிக் ஜாம் ஆகுது, ஃப்ரீயா விடுங்க. பிரஸ் பார்க்கணும், நான் பாத்துக்கிறேன். Yeah, I'm ready to face the consequences. I'm not afraid of all these arrests and all. We are ready to face the consequences. No, I don't think they have so much brain. These people are just a bunch of idiots. So I will face the consequence. Thank you. இல்ல, சட்டசபையில மட்டும் கேள்வி கேட்டவங்க எல்லாம் என்ன பதில் சொல்ல போறாங்களா? அந்த அளவுக்கு எல்லாம் அவங்க தகுதி கிடையாது. டைவர்ஷன் டாக்டிக்ஸ் தான். விவசாய போராட்டம் நடந்துட்டு இருக்குல்ல, விவசாயிகள் அங்க போராடிட்டு இருக்காங்க தினமும்.